ജീവിതത്തിൽ ആദ്യമായിട്ട് വരയ്ക്കുന്ന പടം എന്താണെന്ന് വളരെ ഷാർപ്പായിട്ടൊന്നും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. എന്നാലും നമുക്ക് ഊഹിക്കാം. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വരയ്ക്കുന്ന പടം ഏകദേശം ഒരുപോലെ ഇരിക്കും. ഒരു വീട് അതെന്തായാലും ഉണ്ടാവും. പിന്നൊരു മല, സൂര്യൻ, ചെടികൾ, പൂമ്പാറ്റ, മഴവില്ല്. കുറച്ചുകൂടി ടാലന്റുള്ള കുട്ടികള് അച്ഛനെയും അമ്മയും കുട്ടിയൊക്കെ വരച്ചു വെക്കും. വീട്ടിലെ പെറ്റ്സിനെയൊക്കെ വരച്ചു വെക്കും. ചില കുട്ടികൾക്ക് കാറൊക്കെ ഭയങ്കര ക്രേസാണ്. അവരതൊക്കെ വരച്ചു വെക്കും. അതുപോലൊരു ഇമേജ് കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സാപ്പിൽ അയച്ചു കിട്ടി. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വരച്ചത് 25 വയസ്സുള്ള എൻ്റെ അനിയൻ അവൻ്റെ ഹിഡൻ ടാലന്റ് കാണിക്കാൻ വേണ്ടി എനിക്ക് അയച്ചു തന്ന സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന സ്വാദിഷ്ടമായ ചിക്കൻ കറി. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്കൊരു സെന്റിമെന്റ്സ് തോന്നും, ഇത് ഞാൻ അവനെ കളിയാക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണെന്ന്. പക്ഷെ നിനക്ക് ഞാൻ ഫുള്ള് പറയട്ടെ. ഓക്കെ, വരച്ചത് വരച്ചു, അയച്ചു തന്നു, നമുക്ക് അപ്രിഷ്യേറ്റ് ചെയ്യാം, കുറച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം, ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, കാണാൻ രസമായിരിക്കും എന്നൊക്കെ. പക്ഷെ ഇവൻ ഒരു തരത്തിൽ സമ്മതിക്കണ്ടേ? ഈ മാക്രി നമ്മളെ പഠിപ്പിക്കാൻ വരിക. ഇവന്റെ ഒരു പറച്ചിൽ വെച്ചിട്ട് ഇതൊരു മഹാസംഭവമാണ്, ഇതൊരു മോഡേൺ ആർട്ടാണ്, നമ്മളെപ്പോലുള്ള ലോക്കൽസിനൊന്നും ഇത് മനസ്സിലാവൂല, കുറച്ച് ഐക്യു കൂടിയവർക്കേ ഇതിന്ന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അന്തർധാര മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് അവന്റെ പറച്ചിൽ. അങ്ങനെയൊക്കെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആളെ വിളിച്ചൂട്ടി ഇവൻ്റെ പിക്ചറിനകത്ത് ഇല്യൂമിനാന്റ് കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യമുള്ളത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അവൻ്റെ ഈ ഒരു ടാലന്റിനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നൊരു പരാതിയായിരുന്നു അവന്. അതിൻ്റെ ഒരു വാശിക്കാണ് ഇപ്പോൾ അവൻ്റെ ഉള്ളിലെ കലാകാരൻ ഉണർന്നു എന്നും പറഞ്ഞ് എനിക്ക് ആ പിക്ചർ അയച്ചു തന്നിരിക്കുന്നത്. ഉണർന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടൊന്നുമില്ല. കാരണം ഏതാണ്ട് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ വെച്ച് കോമയിലായത് അവൻ്റെ കലാകാരൻ. പിന്നെ ഉണരുന്നത് ഇപ്പോഴാണ്. അത് നോക്ക്, ക്രയോൺസ് ഒക്കെ വെച്ച് വരച്ച് ഭംഗിയാക്കി വെച്ചത് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളൊക്കെ 1-ലും 2-ലും എവിടെ വിട്ടോ ഇവൻ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ ക്രയോൺസിന് മേലെ ഒരു കളർ മെറ്റീരിയൽ ലോകത്തിറങ്ങിയ കാര്യം ഇവൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് ഉറപ്പാ. ഇവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് 5 രൂപയുടെ മറ്റേ ലെക്സി പേന കഴിഞ്ഞാൽ പിന്നെ കളറുള്ളത് ക്രയോൺസിനാണ്. വേറൊരു സാധനം വേൾഡ് മാർക്കറ്റിൽ ഇറങ്ങിയത് ഇവൻ അറിഞ്ഞിട്ടില്ല, ഇവന്റെ കലാകാരൻ അറിഞ്ഞിട്ടില്ല. ഓക്കെ, എന്തായാലും നമുക്ക് അധിക സമയം വേണ്ട, നമുക്ക് അവന്റെ ഡ്രോയിങ് വളരെ വിശദമായിട്ടൊന്ന് നോക്കിക്കളയാം. സോ അനിയന്റെ ഡ്രോയിങ്ങിന്റെ അനലൈസ് വീഡിയോ ആണ്, സ്പോയിലർ ഉണ്ടായിരിക്കും. അപ്പോൾ അവന്റെ യൂണിവേഴ്സിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മുടെ കണ്ണുവിടുന്നത് 2 മുന്തിയ മലനിരകളാണ്. ഇതാ നാട്ടിലാകെ 2 മലയേ ഉള്ളൂ തോന്നുന്നു. അതെ, ആ വേൾഡിലുള്ള 2 മലയാണിത്. ഇതിലിപ്പം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നത് ആ നാട്ടിൽ മണ്ണില്ല. ആ ഉള്ള മണ്ണെല്ലാം കൂടെ കൂട്ടിവെച്ചിട്ടാണ് ഈ 2 കൂന ഉണ്ടാക്കിയേക്കുന്നത്. 2 പീസ്. ഈ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചിട്ട് നമ്മൾ വൈകി വരുന്നവർക്ക് വേണ്ടി മാറ്റി വെക്കൂലേ, അതുപോലെ 2 പീസ് വെറുതെ വെച്ചിരിക്കുകയല്ല, അതിന് പർപ്പസ് ഉണ്ട്. അതായത് ആ 2 പീസാണ് ഇടയ്ക്കുള്ള സൂര്യനെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ഇത് 2 സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ സൂര്യൻ താഴെ പോകും. ആ സൂര്യനൊന്നും വയ്യ, അത് കുറച്ചൊക്കെ ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ യൂണിവേഴ്സിൽ അത്രേ അത് ഉദിക്കുള്ളൂ, അതിന് മുകളിലോട്ട് അത് പോവില്ല. ഇത്രയും ഉദിക്കും, താഴോട്ട് അസ്തമിക്കും. അതെനിക്ക് തോന്നുന്നു അങ്ങനെയായിരിക്കും ഇത് വർക്കാവുന്നത്. സഹ്യപർവ്വത നിരകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കണ്ണിൽ പെടുന്നത് 2 മരം. അയ്യോ, ഇത് പണ്ട് പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ നിന്ന് തൈ കിട്ടുമല്ലോ, ഞാനും അനിയനൊക്കെ അത് മേടിച്ചിട്ട് നേരെ വീട്ടിൽ വന്ന് അത് എവിടെ വെക്കുമെന്ന് ആലോചിക്കും. എന്നിട്ട് ഒരു 4-5 ചെടി പിഴുത് കളഞ്ഞിട്ട് ഈ കിട്ടിയ തൈ എടുത്ത് അവിടെ വെക്കും. എന്നിട്ട് 5 നേരം വെള്ളം ഒഴിക്കും. 3-ാം ദിവസം അത് അളിഞ്ഞു പോകും. അതുപോലൊരു സ്കീമിൽ സർവൈവ് ചെയ്ത് വന്ന 2 മരങ്ങളാണിത്. ആ പഞ്ചായത്തിൽ ഈ 2 മരവേ ഉള്ളൂ. ആലോചിച്ച് നോക്ക്, വേറെ മരമില്ല അവിടെ ആ നാട്ടിൽ. ഇതുകൂടി തീർന്ന ആ പഞ്ചായത്തിലെ ഓക്സിജൻ തീരും. അതാണ് അവസ്ഥ. അതിൽ 1-ാമത്തെ മരം എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടിയില്ല. 1-ാമത്തെ മരത്തിൻ്റെ അത് സാമ്പിൾ എടുത്ത് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്, റിസൾട്ട് വരട്ടെ. 2-ാമത്തത് ഒരു തെങ്ങാണ്. ഓ എൻ്റെ പൊന്നത്, ഭ്രാന്ത് പിടിച്ച പോലെ ഒരു തെങ്ങ്. എന്തുകൂടെ അതിലുണ്ടാവുന്ന ഈന്തപ്പഴവും. ഓക്കെ, ഇത് 2മാണ് ആ യൂണിവേഴ്സിലെ മരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, തെങ്ങിന് ചുവട്ടിലൊരു വീടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, ചതുരക്കട്ട മാതിരിയുള്ളൊരു വീട്. വീട്ടിനകത്തേക്ക് കയറാൻ ഒരു വാതിലും ഉള്ളിൽ ചെന്നാൽ ശ്വാസം വിടാൻ ഒരു ജനലും ഉണ്ട്. പിന്നെ ഓടിട്ട വീടാണ്. മേൽക്കൂരയിലൊരു ഓട്ടയുണ്ട്. എന്തിനാടാ, പത്രം ഇടാനോ എന്താണോ? ഓക്കെ, അവസാനമുണ്ട്. പിന്നെ വഴിയൊക്കെ വരച്ചിട്ടുണ്ട്. അത് മരുഭൂമി പോലൊരു സ്ഥലമാണ്, അവിടെ വേറൊരു സാധനമില്ല. എന്നാലും അവിടെ ഉള്ളൊരു വഴി തെറ്റരുത് എന്നുള്ള ഉദ്ദേശത്തിൽ കറക്റ്റ് ആ വഴി എന്നൊക്കെ പറഞ്ഞാൽ കറക്റ്റ് വാതിലിൻ്റെ അവിടെ കൊണ്ട് മുട്ടിച്ചിട്ടുണ്ട് അവൻ.
വഴിയൊക്കെ വരച്ച് കൃത്യമായി പകുതി വരെ വഴിയുണ്ട്. അതിനുശേഷം വഴി തെറ്റാം. അത്യാവശ്യം വഴിയൊക്കെ തെറ്റാം. കുഴപ്പമൊന്നുമില്ല. അതാണ് വീടിന്റെ ഒരു വാസ്തു. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചെടിയും ഒരു പൂവും ഒരു ചെടിച്ചട്ടിയും ഉണ്ട്. ആ വേൾഡ് വെച്ച് അതൊന്ന് നോക്കിക്കേ. എനിക്ക് തോന്നുന്നത് ഈ വേറെ ഏതോ നാട്ടിലേക്ക് പോകുന്ന വഴി ഇവിടെ വന്നിട്ട് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാണ്ട് നമ്മള് വഴി ചോദിക്കാൻ നിൽക്കൂലേ ആരോടെങ്കിലും? ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ വഴി ചോദിക്കായിരുന്നു എന്നുള്ള രീതിയിൽ നിൽക്കൂലേ? ആ വേൾഡുമായിട്ടൊരു ബന്ധമില്ലാണ്ട് അതുപോലെ നിൽക്കുന്ന ഒരു ചെടി. തികച്ചും ഒരു അന്യനെ പോലെ അങ്ങനെ മാറി നിൽപ്പുണ്ട്. അങ്ങനെ ഒരു ചെടിയും ചെടിച്ചട്ടിയൊക്കെ ഉണ്ട്. അതിന്റെ തൊട്ടിപ്പുറത്തൊരു ജീവി നിൽപ്പുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് എന്തോ കറവ പശുവാണ്. പിന്നെയാണ് ശ്രദ്ധിച്ചത് അതിനൊരു തുമ്പിക്കൈയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കങ്ങ് ഡൗട്ടായി, ഇത് തുമ്പിക്കൈയുള്ള പശു അതോ അകിടുള്ള ആനയാ? ആ കാര്യം മാത്രം ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴാണ് ആനയാണെന്ന് അവൻ സമ്മതിക്കുന്നത്. അല്ല, ആനയാണെന്ന് അവൻ പറയുന്നത്. ആദ്യം ഇത് വരച്ച അവന് തന്നെ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു എന്ത് ജീവിയാന്നുള്ളത്. പിന്നെ അവൻ സമ്മതിച്ചത് ആനയാന്ന്. പിന്നെ ഇങ്ങോട്ടൊക്കെ ചോദിച്ചു ഒരു കൊമ്പൊക്കെ കണ്ടില്ലായിരുന്നു. ഓക്കെ, എന്തായാലും അതാണ് ആ ജീവിയുടെ അവസ്ഥ. അത് സൈസ് വെച്ച് നോക്കി ഇപ്പോഴും എനിക്കങ്ങോട്ട് സമ്മതിക്കാൻ പറ്റില്ല. അത് ആ ചെടിച്ചട്ടിയുടെ അത്രയുള്ളൊരു ആന. ഇത് കൊഴിയാന വലുതായതാണോ അതോ നാട്ടിലെ ആന ചെറുതായതാണോ? എന്താണോ ഒരു പട്ടിയൊക്കെ കടിച്ചോണ്ട് പോകാൻ പറ്റിയ പരുവത്തിനുള്ള ഒരു ആന. അങ്ങനെ ഒരു ജീവിയെയും വരച്ചിട്ടുണ്ട്. ഇനി അവിടെയുള്ളത് ഒരു കുളമാണ്. അത് ഈ മോളിൽ നിന്ന് ഓംലെറ്റ് ഒക്കെ പൊട്ടിച്ചൊഴിച്ച പോലെ ഒരു ഷേപ്പിലുള്ള ഒരു കുളം. കുളമാണെന്ന് അറിയിക്കാനായിട്ടൊരു താമര. അതിനകത്ത് പിന്നെ ഒരു താറാവ്. താറാവ് ഈ വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുന്ന, അതിന് കാലൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഈ താറാവും ആനയും തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കി. എനിക്ക് മനസ്സിലേക്ക് ആദ്യം വരുന്നത് മറ്റേ മീശമാധവനകത്ത് പിള്ളച്ചനെ കണി കാണിക്കുമല്ലോ, അതുപോലെ നിൽക്കുന്ന ഒരു താറാവ്, അത് നോക്കി നിൽക്കുന്ന ഒരു ആന. അത്രയാണ് അതിന്റെ അവസ്ഥ. അതിന്റെ തൊട്ട് മുകളില് അവന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ബൈ വിജയ്. അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല അവനെ സംബന്ധിച്ച്. അതിപ്പം വെള്ളത്തിലൊരു വര വരച്ചാലും അതിന്റെ താഴെ പേരെഴുതി വെക്കുന്ന ഒരുത്തനാണ്. അത് അവന്റെ കലാസൃഷ്ടി കോപ്പിറൈറ്റ് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവനിങ്ങനെ ചെയ്യാറുണ്ട്. അയ്യോ, ഒരു സുനാപ്പി വിട്ടുപോയി. ആ മലയുടെ മുകളിൽ ഒരു സാധനത്തെ കണ്ട. എൻ്റെ ഒരു ആദ്യത്തെ ഒരു നോട്ടം വെച്ചിട്ട് അതെന്തോ ഒരു സാധനം ഇങ്ങനെ സൈക്കിളോ ബൈക്കോ പോലെ എന്തോ ഓടിച്ചു പോകുന്നതാണ്. എന്തായാലും അത് 4 വീലറിന്റെ പവറിൽ ഒരു 2 വീലർ മല കയറി പോകുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. വെച്ച് കത്തിക്കുന്നുണ്ടവൻ. ഓക്കെ, അപ്പൊ ടോട്ടൽ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല എന്താ ഇത്. എനിക്ക് ചിലപ്പോൾ ഐക്യു കുറവായോണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇത്രയും നിന്നും മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇനിയുള്ള ഓഡിയോ കേൾക്കുക. കാരണം ഇതുവരെയുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇനി വരാൻ പോകുന്നത്. ഉത്തരം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, എന്താന്ന് വെച്ചാൽ നമുക്കിത് കണ്ട പഴയ പോലെ തോന്നുമെങ്കിലും ഭയങ്കര മോഡേൺ ആർട്ടാണ്. ഇതില് പല കാര്യങ്ങളും ഒളിച്ചിരിപ്പുണ്ട്. ഇതിപ്പം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? എല്ലായിടത്തും ഉണ്ട് അർത്ഥങ്ങൾ. ഇപ്പൊ ആ മലയുടെ മുകളിലോട്ട് പാഞ്ഞു കയറുന്ന ഒരു ബൈക്കാനെ കണ്ടോ? നമ്മള് നല്ല റൈഡേഴ്സും ഉണ്ട്, എന്നാ റോഡിലും ഇതിലും ഒക്കെ അഭ്യാസം കാണിച്ച് നടക്കുന്നവരുണ്ട്. ആ അഭ്യാസം കാണിച്ച് നടക്കുന്നവരെയാണ് അതിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ വീട്, ഒരു സിംഗിൾ വീടേ ഉള്ളൂ, ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുടുംബം. സമൂഹത്തിൽ നിന്ന് ഇപ്പോഴത്തെ സമൂഹം കൊള്ളത്തില്ലല്ലോ. അവിടെ നിന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുടുംബത്തെയാണ് ആ വീട്ടിലൂടെ, ഒറ്റ വീട്ടിലൂടെ കാണിക്കുന്നത്. ആ വഴിയൊക്കെ കണ്ട, അവർക്കുള്ള വഴി മാത്രം മതി, അവർ വേറെ ആരുടെ ഇതിൽ ഇടപെടുന്നില്ല. തെങ്ങില് കണ്ട, ശ്രദ്ധിച്ച തെങ്ങില് തേങ്ങ കറുത്തിരിക്കുന്ന കണ്ട. തേങ്ങ കറുത്തിരിക്കാൻ കാരണം എന്താ? ഇത് ഇപ്പോഴത്തെ കാലാവസ്ഥയും ഇതിന്റെ ഓരോ വ്യത്യാസങ്ങളും കണ്ടാണ്. മണ്ണ് പോലും നല്ലതല്ലെന്നാണ് അതിൽ നിന്ന് കാണിക്കുന്നത്. കാരണം തേങ്ങ പോലും നമ്മുടെ പണ്ട് കേരളം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇതിന്റെ നാടൊക്കെ. അതൊന്നും ഇല്ല, ഇപ്പം ഫുള്ള് പോയി. അതാണ് ആ കരിഞ്ഞ തേങ്ങയെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്തുവാ, പിന്നെ അതേ കുളത്തില് ഇതും ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു ഇത് അരയന്ന. എന്നുവെച്ചാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഗതിയില്ലാതെ കുളം ചുറ്റി ഇങ്ങനെ, വേറെ അങ്ങോട്ട് ഒഴുകാൻ സ്ഥലമില്ല അതിങ്ങനെ ചുറ്റും വട്ടമിട്ട് ആ വലയത്തിൽ തന്നെ നിൽക്കുക ജീവിതം ഫുള്ള്. അത് നമ്മളെ മനുഷ്യന്റെ ജീവിതത്തെ അതിങ്ങനെ ആസ്പദമാക്കും. മനുഷ്യന്റെ ജീവിതം ഒരു ഗോളത്തിനുള്ളിൽ ഇങ്ങനെ വട്ടം കറങ്ങി, ആ ഒരു സൈക്കിളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ മരത്തിന്റെ താഴെ ആനയെ കണ്ടോ? ആന വിഷമിച്ച് നിൽക്കുക. ആന അവിടെ ഏതാ വിഷമം ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. കാരണം അത് കാണുന്ന പ്രേക്ഷകർക്ക് അത് ഭയങ്കര
വിഷമം വരുത്തും. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്ന ആനയാണ് വെച്ചേക്കുന്നത് അവിടെ. എന്നുവെച്ചാൽ ഈ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിപ്പിക്കുന്നത് ഭയങ്കര ക്രൂരതയാണെന്നുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചേക്കുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ള ഒരുത്തനാണ് ഞാൻ ഡ്രോയിങ് പഠിപ്പിച്ചു കൊടുക്കാൻ പോയത്. എൻ്റെ തെറ്റാണ്. എന്തായാലും മിക്കവാറും ഈ വീഡിയോയുടെ താഴെ അവൻ കമന്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഞാൻ പിടിച്ച് പിൻ ചെയ്തേക്കാം. ചോദ്യങ്ങളൊക്കെ നേരിട്ടായിക്കോ. ശരിക്കും അവൻ്റെ വർക്കിംഗ് മെത്തേഡിനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതായത് ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു 500 രൂപ കൊടുത്തൊരു പണി ഏൽപ്പിച്ചു. അവൻ 5 രൂപയ്ക്ക് പണി ചെയ്തിട്ട് 300 രൂപയ്ക്ക് അത് തള്ളി മറിക്കും. എന്നിട്ട് അതിൻ്റെ ക്ഷീണം തീർക്കാൻ ബാക്കിയുള്ള 195 രൂപയ്ക്ക് പോയി ഫുഡ് കഴിക്കും. അതാണ് അവൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ. സോ മിക്കവാറും ചോദിച്ച് ചെല്ലുമ്പോൾ അവനിതൊരു കോഴ്സാക്കാൻ സാധ്യതയുണ്ട്. ഒരു ഫീസ് മേടിച്ചിട്ട് പഠിപ്പിച്ചു തരാമെന്ന് പറയും. ഒരു കാരണവശാലും ആ സ്കാമിൽ ചെന്ന് ചാടരുത്. അതിലും നല്ലത് വല്ല ജംഗ്ലി റമ്മിയും കളിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.